إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് അടുക്കാനുള്ള ചില മാർഗങ്ങൾ, ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ് അവൻ നമ്മിലേക്ക് നിയോഗിച്ച നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളുടെ ഒക്കെ നേതാവാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ഞാൻ ആദമിൻ്റെ സന്തതികളുടെ എല്ലാവരുടെയും നേതാവാണ്, ഒരു പൊങ്ങച്ചം പറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അവിടുത്തെ ജീവിതത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാതൃകയാണ്, ഉത്തമ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന, അല്ലാഹുവിനെയും പരലോക ജീവിതത്തെയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഈ കൂട്ടം ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മാതൃകയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത് നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകർക്ക് റഹ്മത്തായിക്കൊണ്ടാണ്, കാരുണ്യമായിക്കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. അല്ലാഹു പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഓ നബിയെ, ലോകർക്ക് റഹ്മത്തായിക്കൊണ്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ, അനുസരിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഖുൽ അത്തീഉല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും കൽപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത് സ്വർഗ്ഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്, ഒരു വിഭാഗം ആളുകൾ ഒഴികെ. ആരാണ് ആ വിഭാഗം ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ അതാഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിച്ചോ അവൻ സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്, ആരെന്നെ ധിക്കരിച്ചോ അവൻ നരകത്തിൽ പോകുന്നതാണ്. ഫഖദ് അബ, അവരാകുന്നു അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധിക്കരിച്ച് ജീവിച്ച ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യസ്മഉ ബി മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനി ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ജൂത നസ്രാനികൾ ആരാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടു, ജീവിച്ചു, മരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ അല്ലാഹുവിലും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൊന്നും വിശ്വസിക്കാതെ ഇങ്ങനെ മരിക്കുന്ന ആളുകൾ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവർ നരകത്തിന്റെ അവകാശികളാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഓരോ മുഅ്മിനും നിർബന്ധമായിട്ടുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവണ്ണം സ്നേഹിക്കാതെ ആരുടെയും ഈമാൻ അത് പരിപൂർണമാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ജനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എല്ലാവരെക്കാളും ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ആരുടെയും ഈമാൻ അത് പൂർത്തിയാകുന്നതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഈ സ്നേഹം എന്നത് വെറും അവകാശവാദങ്ങളല്ല, വെറുതെ നാവുകൊണ്ട് മദ്ഹ് പറയുകയും മാത്രമല്ല. എന്നാൽ ഈ സ്നേഹത്തെ അതളക്കാൻ ചില അടയാളങ്ങളുണ്ട്. പണ്ഡിതന്മാർ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതെത്രത്തോളമെന്ന് അളക്കാൻ സഹായിക്കുന്ന, മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഇത്തിബാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതാ ജൂതന്മാർ നസ്രാനികൾ അവർ വാദിക്കാൻ തുടങ്ങി, ഞങ്ങൾ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്, അല്ലാഹുവിനെ നാം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു അവരുടെ നാവുകളാൽ വാദിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, യുഹിബ്ബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, നാം പലരെയും സ്നേഹിക്കുക എന്നതിലല്ല കാര്യം, മറിച്ച് നാം സ്നേഹിക്കപ്പെടുക എന്നതിലാണ് കാര്യം. അല്ലാഹുവും അവന്റെ റസൂലും അവരെ നാം സ്നേഹിക്കുന്നതിലല്ല കാര്യം, മറിച്ച് അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർ നമ്മെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ലൈസ അശ്ശഅനു അൻ തുഹിബ്ബ് വലാകിന്ന അശ്ശഅന അൻ തുഹബ്ബ്. അല്ലാഹുവും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിങ്ങളെ സ്നേഹിക്കുക എന്നതിലാണ് കാര്യം. അപ്പോൾ ജൂതനസ്രാനികളുടെ ഈ വാദം പൊളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇറക്കിയ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഹാദിഹിൽ ആയ ഹാകിമത്തുൻ അലാ മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹി വലൈസ ഹിയ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, അല്ലാഹുവിനോടുള്ള സ്നേഹം അത് അളക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് ഈ ഒരു ആയത്ത്. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലല്ലാതെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചാൽ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവ, അവൻ പറഞ്ഞ ആ ഒരു വാദത്തിൽ കള്ളനാണ്, അവൻ പറഞ്ഞത് സത്യമല്ല. ഹത്താ യത്തബിഅ ശർഅൽ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പരിപൂർണമായി പിൻപറ്റുന്നത് വരെ ഒരിക്കലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കാവുന്നതല്ല. സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഏത് രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് ബന്ധപ്പെട്ട് ഒരു ഹദീസിൽ കാണാം. അബൂ ഖുറാദ് അസ്സലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, കുന്ന ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅനാ ബിതഹൂർ. ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. ഫഗമസ യദഹു ഫീഹി ഫതവദ്ദഅ ഫതതബഅനാഹു ഫഹശൗനാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുറച്ച് വെള്ളത്തിൽ നിന്ന് വുളൂ ചെയ്യുകയും അങ്ങനെ ആ വെള്ളം സഹാബത്ത് അതെടുത്ത് ബർക്കത്തെടുക്കാൻ വേണ്ടി തുടങ്ങി. ഫലമ്മ ഫറഗ ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തതിന് ശേഷം സഹാബത്തിനെ വിളിച്ച് ചോദിക്കുകയാണ്, മാ ഹമലകും അലാ മാ സനഅതും, നിങ്ങൾ ഈ ചെയ്ത കാര്യം, ഈ വെള്ളം കൊണ്ട് ബർക്കത്തെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു, ഹുബ്ബുല്ലാഹി വ റസൂൽ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്നേഹിക്കുന്നുണ്ട് എന്ന് സഹാബത്ത് പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈൻ അഹ്ബബ്തും അയ്യുഹിബ്ബക അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും അവന്റെ പ്രവാചകൻ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫഅദിനു ഇദാ അത്മംതും വസ്ദഖു ഇദാ ഹദ്ദസ്തും വഅഹ്സിനു ജിവാറ മൻ ജാവറകും
നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സംസാരിച്ചാൽ സത്യം മാത്രം പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ അത് പുലർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അയൽവാസികളോട് നല്ല രൂപത്തിൽ ബന്ധം വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും സ്നേഹം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ അത് ഏത് രൂപത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇന്റെ വെള്ളം കൊണ്ട് ബറക്കത്ത് എടുത്ത സഹാബത്ത്, ആ സഹാബത്ത് എങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ബറക്കത്ത് എടുക്കാൻ പറ്റും? പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്ത് എടുക്കണമെങ്കിൽ 3 നിബന്ധനകളാണ് അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഒന്നാമത്തേത്, ബറക്കത്ത് എടുക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാത്രമായിരിക്കണം. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിൽ മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബറക്കത്തുണ്ട് എന്നൊരു കാര്യം സഹാബത്ത് മനസ്സിലാക്കി ആ രൂപത്തിൽ അത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വെള്ളത്തിൽ, അവിടുത്തെ ശരീരത്തിലെ വിയർപ്പിൽ, അവിടുത്തെ മുടിയിൽ ഒക്കെ ബറക്കത്തുണ്ട്. എന്നാൽ ഇന്ന് ചില ആളുകൾ വാദിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണിത് എന്ന് വാദിക്കുന്നതിന് ഒരു തെളിവുമില്ല, അതിന് യാതൊരു സനദുമില്ല എന്നൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ നിബന്ധനയാണ്, ഈ ബറക്കത്ത് നൽകുന്നത് പ്രവാചകനോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, മസ്ജിദോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ബറക്കത്ത് നൽകുന്നത് എന്നൊരു കാര്യം നാം വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മസ്ജിദിന് ബറക്കത്തുണ്ട്, മസ്ജിദുൽ ഹറാമിൽ ബറക്കത്തുണ്ട്, മസ്ജിദുൻ നബവിയിൽ ബറക്കത്തുണ്ട് എന്ന് പറയപ്പെട്ടാൽ ഇതിൽ നിന്നൊക്കെ ബറക്കത്ത് എടുക്കേണ്ട രൂപം അവിടുത്തെ ചുമരുകളിൽ പോയി തൊട്ടുമുത്തുകയോ ആ രൂപത്തിലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണോ ബറക്കത്ത് എടുക്കാൻ പഠിപ്പിച്ചത് ആ ഒരു മാർഗത്തിൽ മാത്രം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ബറക്കത്ത് എടുക്കാൻ വേണ്ടി പഠിപ്പിച്ചെന്ന മാർഗം അവിടെ പോയി നമസ്കരിക്കലാണ്. മസ്ജിദുൽ ഹറാമിൽ പോയി ബറക്കത്ത് എടുക്കേണ്ട മാർഗം അവിടെ പോയി നമസ്കരിക്കലാണ്. ഈ രൂപത്തിലാണ് നാം ബറക്കത്ത് എടുക്കേണ്ടത്. ശരീഅത്ത് ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചത് ആ രൂപത്തിൽ മാത്രമേ നാം ബറക്കത്ത് എടുക്കാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് നമ്മുടെ നാവിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യണം, പിൻപറ്റണം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തേതായി പറയുകയാണ് അൽ ഇക്സാറു മിൻ ദിക്രി വ മഹബ്ബത്തി റുയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സ്മരിക്കുക. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സ്മരിക്കേണ്ടത്? ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ അവിടുത്തെ വേണ്ടി സ്വലാത്ത് ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരാൾ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അടുക്കൽ വെച്ച് അദ്ദേഹത്തെ, ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ പുകഴ്ത്തുന്നതാണ്. ഈ ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തേതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ ഏത് രൂപത്തിലാണ് നാം വർദ്ധിപ്പിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതുണ്ട്. ഈ ഒരു കാര്യമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ നാം വർദ്ധിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചത്, സഹാബത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് രൂപത്തിലാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഇബ്രാഹിമി സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അതുപോലെ തന്നെ വബാരിക് അലാ മുഹമ്മദിൻ എന്ന ആ ഒരു പ്രാർത്ഥന, ആ ഒരു സ്വലാത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് ചില ആളുകൾ ഫാത്തിഹ സ്വലാത്തെന്നും നാരിയത്ത് സ്വലാത്തെന്നും കൻസുൽ അർശ് സ്വലാത്തെന്നും താജ് സ്വലാത്തെന്നും പറഞ്ഞ് പല ആളുകളും ബിദ്അത്തിന്റെ സ്വലാത്തുകൾ ചൊല്ലുകയാണ്. എന്നാൽ അതിന് യാതൊരുവിധ തെളിവുകളും ദീനുൽ ഇസ്ലാമിലില്ല. ഈ ഒരു കാര്യം നാം അങ്ങേയറ്റം മനസ്സിലാക്കുക. സ്വലാത്ത് ചൊല്ല എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ, അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്, ഈ രൂപത്തിലെങ്കിലും നാം സ്വലാത്ത് ചൊല്ലുക. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിനുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാനുള്ള അങ്ങേറ്റം ഖൽബിലുണ്ടാകുന്ന മോഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറയുകയാണ്, മിൻ അശദ്ദി ഉമ്മത്തി ലിഹുബ്ബ, ഈ ഉമ്മത്തിൽപ്പെട്ട എന്നോട് അങ്ങേറ്റം സ്നേഹമുള്ള ആളുകൾ നാസുൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരാനുള്ള ചില ആളുകളാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി, തങ്ങളുടെ മുഴുവൻ സമ്പത്തും
തങ്ങളുടെ മക്കളും സമ്പാദ്യം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ സാധിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് എന്നോട് അങ്ങേയറ്റം ഹുബ്ബുള്ളത്, സ്നേഹമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, വെറും വ്യാമോഹങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ മയ്യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ ദാലികൽ ഫദ്ലു മിനല്ലാഹ്. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു കൊണ്ടായിരിക്കണം നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അവിടുത്തെ പേര് കേട്ടാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? മറ്റൊരു മാർഗമാണ്, മൂന്നാമത്തെ മാർഗമാണ് പണ്ഡിതന്മാർ പറയുകയാണ്, തഅല്ലുമുൽ ഖുർആൻ വൽഅമലു ബിഹി വത്തഅദ്ദുബു ബിആദാബിഹി. ഖുർആൻ പഠിക്കുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ആ ഖുർആനുമായി ബന്ധപ്പെട്ട ആദാബുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, ഈ ഒരു കാര്യം കൂടി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് ഇൻകാന യുഹിബ്ബുൽ ഖുർആൻ, ഒരാൾ ഖുർആനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഖുർആനെ സ്നേഹിക്കുകയാണെങ്കിൽ, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയാണെങ്കിൽ ഫഹുവ യുഹിബ്ബുല്ലാഹ വറസൂലഹു, അവൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്നേഹിക്കുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫലാ ശൈഅ അൻഫഉ ലിൽ ഖൽബി മിൻ ഖിറാഅത്തിൽ ഖുർആനി ബിത്തദബ്ബുരി വതഫക്കുർ. ഖുർആൻ ഉറ്റാലോചിച്ചുകൊണ്ട് തദബ്ബുർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുന്നതിനേക്കാളും, ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാളും മറ്റൊരു കാര്യവും നമ്മുടെ ഹൃദയത്തിന് നമുക്ക് കൂടുതൽ സ്വാധീനിക്കുന്നതായി മറ്റൊരു കാര്യവുമില്ല, ഉപകരിക്കുന്നതായി മറ്റൊരു കാര്യവുമില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലു അലിമന്നാസ്, ജനങ്ങൾ അറിഞ്ഞുവെങ്കിൽ മാ ഫിൽ ഖിറാഅത്തിൽ ഖുർആനി ലസ്തഗലു ബിഹാ അൻ കുല്ലി മാ സിവാഹ. ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഫദ്ല്, അതിന്റെ മഹത്വം അതെത്രയാണെന്ന് മനസ്സിലാക്കിയാൽ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മുന്നിടുമായിരുന്നു. നമുക്കറിയാം, നാം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മുന്നിട്ടാൽ മലക്കുകൾ ആ ഖുർആനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ചുണ്ടിലേക്ക് ആ മലക്കുകളുടെ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് അത്രയും ആദരവ് നൽകിക്കൊണ്ടാണ് മലക്കുകൾ പോലും ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ ഖുർആനു വേണ്ടി നാം എത്ര സമയമാണ് മാറ്റിവെക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്ക് എത്രത്തോളമുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന ഏറ്റവും നല്ല രാത്രിയിൽ ഏറ്റവും നല്ല റസൂൽ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എന്താണ് നാം ചിന്തിക്കുക. ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാണ് നിയോഗിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നാം ചിന്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടത്തോടുള്ള സ്നേഹം എത്രത്തോളം ശരിയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് അളക്കാൻ പണ്ഡിതന്മാർ വിശദീകരിച്ചതായ നാലാമത്തെ കാര്യമാണ് ഹുബ്ബു മൻ അഹബ്ബ വ ബുഗ്ദു മൻ അബ്ഗദ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ച കാര്യത്തോടും സ്നേഹിച്ച ആളുകളോടുമുള്ള സ്നേഹം. വ ബുഗ്ദു മൻ അബ്ഗദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാത്ത അവിടുന്ന് കോപിച്ച കാര്യത്തോടുള്ള കോപവും നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളമുണ്ട് എന്നൊരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ, ഈമാനിന്റെ അടയാളമാണ് ഹുബ്ബുൽ അൻസാർ, അൻസാരികളായ സഹാബത്തിനോടുള്ള സ്നേഹം എന്നത്. ജസാക്കല്ലാഹു ഖൈർ. ആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ, അതുപോലെ തന്നെ നിഫാഖിന്റെ അടയാളമാണ് ബുഗ്ദുൽ അൻസാർ, സഹാബത്തിനോടുള്ള വെറുപ്പ് മനസ്സിൽ വെക്കുന്നവർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് വെക്കുന്നത് പോലെയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച കാര്യങ്ങൾ
അവിടുന്ന് ഹലാലായ കാര്യത്തോട് അങ്ങേറ്റം സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. ഹലാലായ കാര്യങ്ങളോട് അദ്ദേഹം ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യത്തോട് നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. ഈ ഒരു കാര്യം ചിന്തിക്കുക. ഹറാമാക്കിയ കാര്യങ്ങളോടുള്ള വെറുപ്പ് അത് നമ്മുടെ കൽബിൽ എത്രത്തോളം ഉണ്ട് എന്നൊരു കാര്യവും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായ അഞ്ചാമത്തെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്ക് അളക്കാൻ സാധിക്കുന്ന അഞ്ചാമത്തെ കാര്യമാണ് അൽ ഹദറു മിനൽ ഗുലുവി ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിയുന്നത് നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനോട് പറയുകയാണ്, യാ അഹ്ലുൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഉമ്മത്തിൽ തന്നെ എത്ര ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ പോലും ആളുകൾക്കിടയിൽ വ്യാപകമാണ്. അത് അലി ബിൻ ഹുസൈൻ സൈനുൽ ആബിദീൻ എന്നറിയപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം റഹിമഹുല്ല, അദ്ദേഹം കൂഫക്കാരായ ഇറാഖിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് അതിര് കവിഞ്ഞ് സ്നേഹിച്ച ആളുകളുടെ വിഷയത്തിൽ അവരോട് പറയുകയാണ്, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിന്റെ ഹുബ്ബ്, സ്നേഹം നമ്മളോട് സ്നേഹിക്കുക. വലാ തുഹിബ്ബൂന ഹുബ്ബൽ അസ്നാം, നിങ്ങൾ ബിംബാരാധകർ, വിഗ്രഹത്തോടുള്ള ആരാധന, ആ ഒരു സ്നേഹം ഒരിക്കലും നമ്മോട് സ്നേഹിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എൻ്റെ വാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ലാ തർഫഊനി ഫൗഖ ഖദ്രി, എൻ്റെ ഖദറിനേക്കാളും എന്നെ ഉയർത്തരുത്. ഫഇന്നല്ലാഹ ഇത്തഖദനി അബ്ദ, അല്ലാഹു എന്നെ സ്വീകരിച്ചത് ഒരു അടിമയായിക്കൊണ്ടാണ്. ഖബല അയ്യത്തഖദനി നബിയ, നബിയായി സ്വീകരിക്കുന്നതിന് മുമ്പായി ഞാനൊരു അടിമയായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാൻ വേണ്ടി ധാരാളമായി കൽപ്പിച്ചതായി കാണാം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് അവരോട് പറഞ്ഞാൽ, നിങ്ങൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കുകയാണോ എന്ന് പറഞ്ഞ് അവഹേളിക്കുകയാണ്, പരിഹസിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്നമാ അന അബ്ദുൻ എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞത്. എന്താണ് അബ്ദ് എന്ന് പറഞ്ഞാൽ? അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുൻ ലാ യുഅബദ്, അടിമ ആരാധിക്കപ്പെടാൻ പാടില്ല. വറസൂലുൻ ലാ യുകദ്ദബ്, പ്രവാചകൻ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലിനെ നിഷേധിക്കാനും പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ വന്ന് പറഞ്ഞു, അൻത സയ്യിദുനാ വബ്ന സയ്യിദിനാ, ഓ നബിയെ, താങ്കൾ നമ്മുടെ സയ്യിദാണ്, നമ്മുടെ സയ്യിദിന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദ് അല്ലാഹ്, സയ്യിദ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? സയ്യിദ് എന്ന വാക്കിന് യജമാൻ എന്നും അതുപോലെ തന്നെ നേതാവ് എന്നും അർത്ഥമുണ്ട്. ഈ വന്ന ആളുകൾ നേതാവ് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചതെങ്കിലും പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലാ യസ്തഹ്വിയന്നകും ശൈത്താൻ ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ ശൈത്താന്റെ ദൂതരാകരുത്, നിങ്ങൾ പറയുക എന്താണ്? ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, മുഹമ്മദ് അബ്ദുല്ലാഹി വറസൂലു എന്നാണ് നിങ്ങൾ പറയേണ്ടത്, അള്ളാഹുവിന്റെ അടിമയും അതുപോലെ തന്നെ പ്രവാചകനും എന്നാണ് നിങ്ങൾ പറയേണ്ടത്. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ചില ആളുകൾ ഈ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ റബീഉൽ അവ്വൽ മാസങ്ങളിൽ അവർ പാരായണം ചെയ്യുന്ന മൗലിദ്, മങ്കൂസ് മൗലിദ് ഉള്ള കിതാബിൽ നാം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അവർ പാടുകയാണ്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി, ഓ നബിയെ, ഞാനിതാ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും പാപങ്ങൾ ചെയ്യുകയാണ് ഞാൻ. ലക അശ്കൂ ഫീഹി, എന്റെ പരാതി മുഴുവൻ ഓ നബിയെ താങ്കളോടാണ്. സയ്യിദി ഖൈറുൻ നബി, ഓ പ്രവാചകനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ച് പറയുന്ന അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ പാടുന്നത്. അതുപോലെ തന്നെ ബുർദ ഈ ദിവസങ്ങളിൽ ധാരാളമായി പാടുന്ന ഒരു കിതാബാണ് ബുർദ. ആ ബുർദയിൽ ഒരു വരിയാണ്, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. വിപത്തുകൾ വന്ന് സംഭവിക്കുമ്പോൾ, വിപത്തുകൾ വരുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ നബിയെ താങ്കളാണ് നമുക്കുള്ളത്, താങ്കളാണ് എല്ലാത്തിനേക്കാളും ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതുപോലെ തന്നെ ബദ്ർ മൗലിദ് എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് ബദ്ർ മൗലിദിൽ പറയുന്നത്?
يا من به حل الردى ومن بهم نكدا قلنا ذي مستنجدا يا أهل بدر الشهداء. ആർക്കെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ അവൻ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, യാ അഹ്ല ബദ്ര ശുഹദ, ഓ ബദ്ര ശുഹദാക്കളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് ബദ്ർ മൗലിദിൽ പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഈ കിതാബുകളിലുള്ളത്. മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞ കിതാബിലും ബുർദ എന്ന കിതാബിലും ശിർക്കിന്റെ വരികളാണ്, മറിച്ച് അതുപോലെ തന്നെ ബിദ്അത്തിന്റെ വരികളും കൂടിയാണ്. അതുപോലെ തന്നെ ബുർദയിലെ ഒരു വരി കാണാം, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ ഫഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന തവസ്സുൽ ചെയ്യുന്ന ഒരവസ്ഥ. അതാ സഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രാർത്ഥനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യായിരിക്കെ, ജീവനോട് ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നാം തവസ്സുൽ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി നാം തവസ്സുൽ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനായ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടാണ് നാം തവസ്സുൽ ചെയ്യുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഈ കിതാബുകളിൽ ധാരാളം വീടുകൾ പാരായണം ചെയ്യപ്പെടുന്ന മങ്കൂസ് മൗലിദ് പോലുള്ള കിതാബുകളിൽ കാണാവുന്നത്. ഇങ്ങനെ കാണുന്ന ആളുകളോട് നമുക്ക് പറഞ്ഞു കൊടുക്കുക, സാധുക്കളായ ആളുകൾക്ക് അറിയില്ല അതിലെന്താണ് അർത്ഥമുള്ളത്. എന്നാൽ ഇതൊക്കെ അറിയുന്ന ചില ആളുകൾ അവരെ പറ്റിക്കുകയാണ്. ദുനിയാവിലെ വല്ല നേട്ടങ്ങളും നേടാൻ വേണ്ടി അവർ സാധുക്കളായ ആളുകളെ പറ്റുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളുടെ ഷർറിൽ നിന്ന് നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടത്തോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടാ. ബിദ്അത്തായ കാര്യങ്ങൾ നാം പാടെ വർജിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ മഹ്ശറയിൽ വെച്ച് നാളെ ഹൗദിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹൗദിൽ നിന്ന് കുടിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരുമ്പോൾ അവരെ ആട്ടിയകറ്റുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആട്ടിയകറ്റുന്ന സാഹചര്യം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹാദിഹി ഉമ്മത്തി, ഇതെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുത്തുകയാണ്, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. ഓ നബിയെ, താങ്കൾക്കറിയില്ല താങ്കളുടെ ജീവിതത്തിന് ശേഷം, താങ്കളുടെ മരണത്തിന് ശേഷം ഈ കൂട്ടം ആളുകൾ എന്താണ് ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് ഈ ഹൗദിൽ നിന്ന് പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം കൂഫയിലെ മസ്ജിദിൽ കുറച്ച് ആളുകൾ അവിടെ ഹലഖയായിരുന്നു കൊണ്ട് ഹല്ലിലു മിഅ കബ്ബിറു മിഅ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന അദ്കാറുകൾ ചൊല്ലുകയാണ് കൂട്ടമായിരുന്നു കൊണ്ട്. അവർ എണ്ണാൻ വേണ്ടി കല്ലുകളും ഉപയോഗിച്ചു. ഇത് കണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വന്നുകൊണ്ട് അതിശക്തമായി അവിടുന്ന് അവരെ വിലക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമ്മത മുഹമ്മദ് വൈലക്കും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാബുഹു ലാ തബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം നുറുമ്പിച്ചിട്ടില്ല. വആനിയതുഹു ലം തൻകസിർ, പാത്രം പൊട്ടിയിട്ട് പോലുമില്ല. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ നശിച്ചല്ലോ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കൂഫയിലെ ആളുകൾ പറയുകയാണ്, മാ അറദ്നാ ഇല്ലൽ ഖൈർ. ഇന്ന് പല ആളുകളും മൗലിദ് പാരായണം ചെയ്ത് റാത്തീബുകൾ നടത്തി ഇങ്ങനെ ആളുകൾ പറയുന്നതേ വാദം. അവർ പറയുകയാണ്, മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഖൈറല്ലാതെ നാം ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഓ ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കമ്മി മുരീദിൽ ഖൈർ ലൻ യുസീബ, എത്ര ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അത് ലഭിക്കാതെ പോകുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഒരു ഇബാദത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനയാണുള്ളത്. ഒന്ന് ഇഖ്ലാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം ഞാൻ ചെയ്യുന്ന ഖുർആൻ പാരായണം, ഞാൻ പഠിക്കുന്ന ഇൽമ്, അല്ലെങ്കിൽ ഞാൻ നിർവഹിക്കുന്ന നമസ്കാരം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് നമ്മെ പഠിപ്പിച്ചത് ആ രൂപത്തിൽ മാത്രമേ നാം ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുക. ഏതൊരു ഇബാദത്തും നമ്മുടെ മുമ്പിൽ വന്നാൽ, ഏതൊരു കാര്യം നല്ലതാണെന്ന് പറയപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ചോദ്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും
والأموات. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين.